ഹലോ, വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ്. കരച്ചിലിൽ തെളിയിച്ച കൊലപാതകം. വെളുപ്പിന് ഒരു 5 മണിക്കായപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ കോൾ വരാണ്. ഒരാൾ റോഡിൽ മരിച്ചു കിടക്കുന്നു. ഒരു ബൈക്കും ഒരു രക്തക്കാറ പുരണ്ട ഒരു കത്തിയൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി. ആളെ പരിശോധിച്ചപ്പോൾ കയ്യിൽ നിന്ന് ഒരു ID കാർഡ് കിട്ടി. അയാൾ വർക്ക് ചെയ്യുന്ന ഓഫീസിന് നമ്പർ കിട്ടി. ആളിലേക്ക് വിളിച്ചപ്പോൾ അയാൾ നൈറ്റ് ഷിഫ്റ്റ് ആണ്, പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല എന്നറിയാൻ സാധിച്ചു. അങ്ങനെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ അയാൾ സ്വയം ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസും ധരിച്ചത്. സംഭവം നടക്കുന്ന സ്ഥലത്ത് റോഡുകളിലും വീടുകളിലും കടകളിലൊന്നും ക്യാമറകളൊന്നും ഇല്ലാത്തതിനാൽ ആ സമയം പോകാറുണ്ടായിരുന്ന സ്ഥിരയാത്രക്കാർ, അന്യസംസ്ഥാന ലോറി ഡ്രൈവേഴ്സ് ഇവരെയൊക്കെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മൊഴിയിൽ പോലീസിന് സംശയം ജനിപ്പിച്ചു. അയാൾ പറഞ്ഞു, രാത്രിയിൽ ഒരു അലർച്ച കേട്ടു, ഒരുപാട് വണ്ടികൾ പോകുന്നതിനാൽ താൻ അങ്ങോട്ട് പോയി നോക്കിയില്ല എന്നും ജോലിയിൽ മുഴുകിയെന്നും പറഞ്ഞു. മരിച്ച ആളെ പറ്റിയിട്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഓഫീസിലുള്ളവർക്കോ ആർക്കും ഒരു നെഗറ്റീവും പറയാനില്ല. മരണം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ടും ഒരു വിധത്തിലും പോലീസിന് ഭാര്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല. അവർ ഭയങ്കരമായ കരച്ചിലായിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരുന്നു, അയാൾക്ക് കടങ്ങളുണ്ടോ, അയാൾക്ക് ആരെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ ഭാര്യയുടെ കയ്യിൽ നിന്നും ഒന്നും ലഭിക്കാത്തതിനാൽ ആ വീടൊക്കെ ഒന്ന് പരിശോധിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. പക്ഷെ അവർ സമ്മതിച്ചില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ വീട്ടുകാരെല്ലാവരും അവരുടെ റൂമിനകം അലമാരിയും സെർച്ച് ചെയ്യാൻ അനുവാദം കൊടുത്തു. അങ്ങനെ സെർച്ച് ചെയ്തതിനിടയിൽ നിന്നും അവർക്ക് അലമാരിയിൽ നിന്നും ഒരു സിം കിട്ടി. പോലീസിന് കിട്ടിയ സിം പോലീസ് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അത് സൈബർ സെല്ലിന് കൈമാറുകയും അതിൽ നിന്ന് അഡ്രസ്സ് എടുക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് പോലീസിന് കിട്ടിയ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻകമിങ്ങും ഔട്ട്ഗോയിങ്ങും ഒരു നമ്പറിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. പോലീസ് കിട്ടിയ ഔട്ട്പുട്ട് വെച്ചിട്ട് സന്നാഹങ്ങളുമായിട്ട് ഒരു സാധാരണ ആൾക്കാരെ പോലെ ആ സിമ്മിൻ്റെ ഓണറിൻ്റെ വീടിനടുത്തായിട്ട് പോയി നിൽക്കുകയും അയാൾ വന്നപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അയാൾ കൊടുത്ത മൊഴിയിൽ നിന്നും പോലീസിന് മനസ്സിലായത് ഇയാളും ഈ മരിച്ച ആളിൻ്റെ ഭാര്യയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇയാളും മരിച്ച ആളിൻ്റെ ഭാര്യയും ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പ്രണയത്തിലാവുകയും ഭർത്താവ് രാത്രി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇയാൾ രാത്രി ആ വീട്ടിലേക്ക് വരികയും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയാണ് ചെയ്തിരുന്നത്. ഇത് ഭർത്താവ് അറിയുകയും ഭർത്താവിന് ചെറിയ സംശയം, അറിഞ്ഞതുപോലൊരു സംശയം എന്തോ ഉണ്ടെന്ന് ഇവൾ പറയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കൊല നടന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഇയാളെ കൊല്ലാനെന്നുള്ളത്. ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം വിളിച്ച് പറഞ്ഞു കൊടുക്കുകയും വഴിയിൽ കാത്തുനിന്ന് ബൈക്കിൽ കയറി പോവുകയും ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കഴുത്തിൽ കത്തി വെച്ച് മുറുക്കുകയും അപ്പോൾ അയാൾ തറയിൽ വീണ് എണീറ്റ് ഓടുകയും പിന്നീട് പിറകെ ഓടിച്ചെന്ന് അയാളെ പിടിച്ച് കഴുത്ത് അറുത്ത് കൊല്ലുകയാണ് ചെയ്തത്. ഇങ്ങനെ കൊല്ലാൻ വേണ്ടി മാത്രം നമ്മുടെ നാട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടോ? പരസ്പരം സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം